വാട്ടുകപ്പ പച്ചക്കപ്പ മേടിച്ചതാണ്. ഇപ്പം വാട്ടുകപ്പ ഏടിയും പന്നിയിലോണ്ട് കപ്പ വെക്കാൻ കഴിയുന്നില്ലല്ലോ. പണ്ട് ഇഷ്ടംപോലെ ബാക്കി ഉണക്കി വെക്കില്ല. ഈ വാട്ടുകപ്പ കർക്കിടക മാസമാണ് വാട്ടുകപ്പ തിന്നുന്നുണ്ട്. നല്ല ടേസ്റ്റാണ് കർക്കിടക മാസം. എല്ലാവരും ലൈക്ക് അടിക്കണേന്ന് പറഞ്ഞിട്ട് വ്യക്തമൊക്കെ ഫസ്റ്റ് ടൈമാന്ന് പറയുന്നുണ്ട്. അമ്മു കറ്റാർ വാഴ മിക്സി അരച്ച് തലയിൽ തേക്കുന്നത് നന്നായിട്ടാണോ ചോദിക്കും. നല്ലതാണ് കറ്റാർ വാഴ. നല്ല കറുപ്പ് കൂടും. അമ്മൂമ്മയെ കാണുമ്പോൾ സങ്കടം വരുന്നു എന്ന് പറഞ്ഞു. എന്താ മോനെ, എന്തുകൊണ്ടാണ് മോനെ അത് പറ, എന്തുകൊണ്ടാ സങ്കടം വരുന്നത്? രശ്മി, ബിന്ദുവേ ഇവിടെ ഉണ്ട് വാട്ടുകപ്പ എന്ന് പറയുന്നുണ്ട്. മതിയാ, എന്നാൽ ബിന്ദുവിന് ലേശം നീ രശ്മീൻ്റെ അടുത്ത് കൂടും, ലേശം വാട്ടുകപ്പ വാങ്ങിയിട്ട് പോരും. ആദിത്യ TP ഹലോ എന്ന് പറയുന്നുണ്ട്. ഹലോ അമ്മമ്മയെ സുഖമല്ലേ ചോദിക്കുന്നുണ്ട്. മിന്നി ബ്ലോഗ് ഹായ് എന്ന് പറയുന്നുണ്ട്. ശബരി വർമ്മ തത്വമസി ആശ്രയ. മോൻ ഇന്നലെ ഞാൻ പറഞ്ഞുകൊണ്ട് ഇന്ന് വന്നിട്ടുണ്ടല്ലോ അല്ലേ? എന്തെല്ലാം സുഖം തന്നെയാ. ഭക്ഷണം കഴിച്ചോ? രാവിലെ ഭക്ഷണം കഴിഞ്ഞോ? ഓക്കെ. എന്താ അമ്മ നെയിം എന്ന് പറയുന്നത്? എൻ്റെ പേര് ഹൈമാവതി എന്നാണ്. ബിന്ദു, തളിപ്പറമ്പിൽ പോകാറുണ്ടോ? ഞാൻ അമ്മയോട് പറഞ്ഞു അവിടെ നിന്ന് വാങ്ങിപ്പിക്കുമെന്ന് പറഞ്ഞു. ഞാൻ പോലില്ല മോളെ, തളിപ്പറമ്പിൽ പോലില്ല, വാങ്ങിപ്പിക്കുമെന്ന് പറഞ്ഞു. അതെയാ, ശരി. തളിപ്പറമ്പിലുണ്ടാവും കപ്പ, കടയിലുണ്ടാവും, അത് ശരിയാണ്. OXY മുടിയുടെ ഓൾ വരാൻ എന്നാ തേക്കണ്ടേ അമ്മൂമ്മയെന്ന് പറയുന്നുണ്ട്. മുടിയുടെ എണ്ണ കുറച്ച് ഇത് തേച്ചാൽ മതി. നല്ല കറ്റാർ വാഴയും പിന്നെ കരിയേപ്പിലയും പിന്നെ കുറച്ച് കഞ്ഞെണ്ണി കിട്ടുമെങ്കിൽ കഞ്ഞെണ്ണി, പിന്നെ കുർക്കല ചപ്പ്, ഇതെല്ലാം ചെമ്പരത്തി പൂവ്, ഇതെല്ലാം കൂടി അരച്ചിട്ട് എണ്ണ കാച്ചി തേച്ച് നോക്ക്, എന്നാൽ മുടി വരും. മിന്നി ബ്ലോഗ് സെറ്റ് ഹായ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ബിന്ദു അരച്ചിട്ട് കാച്ചി നമ്മൾ എണ്ണ കാച്ചും പോലെ തന്നെ കാച്ചിട്ട് അതിൻ്റെ കക്കം തിരിഞ്ഞ് വരുമ്പോൾ നല്ലോണം അരിയണം. എന്നിട്ട് കക്കം തിരിഞ്ഞ് വരുമ്പോൾ അത് ഊറ്റിയിട്ട് നല്ല കക്ക ഉണ്ടാവും, കറുത്ത കക്കം ഇങ്ങനെ വരും, നല്ല പാകത്തിനാവണം. എന്നിട്ട് തേക്കണം, നല്ല പച്ചക്കളർ ഉണ്ടാവും എണ്ണ കാച്ചിയാൽ. ബിന്ദു PV ആണോ രശ്മി എന്ന് പറയുന്നുണ്ട്. വ്യക്തമൊക്കെ. എന്താ നെയിം? ഹൈമാവതി എന്ന്. ചിത്ര PR അമ്മൂമ്മക്ക് എത്ര വയസ്സായി ചോദിക്കുന്നുണ്ട്. ചിത്ര PV അമ്മൂമ്മക്ക് എത്ര വയസ്സായി ചോദിക്കുന്നുണ്ട്. എനിക്ക് 16. മിന്നി വ്ളോഗ് ശബരീഷ് വർമ്മ തത്വമസി ആശ്രയില്ലേ രാവിലെ കഴിച്ചു എന്ന് പറയുന്നുണ്ട്. എനിക്ക് 69 വയസ്സായി മോളെ. പിന്നെ ചിത്ര PR എന്ന് പറയുന്നുണ്ട്. എനിക്കൊരു സംശയം കൊണ്ടാണ് ഞാൻ പറയാൻ കാരണം, അതാരാണെന്ന് എനിക്കറിയുന്ന ഒരാളാണോ എന്നുള്ളൊരു സംശയം കൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞ്. എത്ര വയസ്സായി എന്ന് ചോദിക്കുമ്പോൾ എനിക്കറിയുന്ന ആളാണെങ്കിലും വെച്ചിട്ടാണ് ഞാൻ പറഞ്ഞു. ചിത്ര PR എന്ന് പറയുമ്പം ചിത്രലേഖയാണത്, ഇത് ചിത്രയല്ലേ അല്ലേ? രാവിലെ കഴിച്ചു അമ്മ തന്നെ. വിക്ടക് ഓക്കെ. എത്ര ഏജ് എന്ന് പറയുന്നത്? എനിക്ക് 65 വയസ്സായി. മിസ്റ്റർ മീൻ കുറേ കൊടുത്തു. ഞാൻ വിചാരിച്ചു നമ്മളുടെ അടുത്തുണ്ട് ഒരാൾ ചിത്ര PR എന്ന് പറഞ്ഞിട്ട്, ചിത്രലേഖ എന്ന് പറയുന്ന ചിത്ര എന്ന് പറഞ്ഞാൽ അതാ ഓളാണോ എന്ന് വെച്ചിട്ടാണ്. നീ എൻ്റെ അടുത്തുള്ള ആളാണോ PR ചിത്ര എന്ന് പറഞ്ഞാൽ? അതാണോ വെച്ചിട്ട് ഞാൻ ചോദിച്ചു. അക്ഷരം നോക്കി ചോദിച്ചു, അത് വിചാരിച്ചിട്ട് ഞാൻ അങ്ങനെ പറഞ്ഞു കേട്ടോ മോളെ. അറിയുന്ന ആളായിട്ട് എന്നെ തമാശയാക്കി വെച്ചിട്ടാ. ശബരീഷ് വർമ്മ രാവിലെ കഴിച്ചു അമ്മയെന്ന് പറഞ്ഞു. അതെയാ, ഇന്ന് പണിയുണ്ടാ, വർക്കുണ്ടാ? എത്ര ഏജ്? മിസ്റ്റർ മീ കുറേ കൊടുത്തു എന്ന് പറയുന്നുണ്ട്. ബിന്ദു PV ചേച്ചി മുടി ഒരു അനുഗ്രഹമാണ്, ഒരു എണ്ണയും തേച്ചില്ലെങ്കിൽ മുടി ഉള്ളവർ ഉണ്ടെന്ന്. പിന്നെ ഇല്ലാണ്ട്, അത് അത് മുടീൻ്റെത് കുറേ ഭക്ഷണത്തിൻ്റെ തകരാറാന്ന് പറയുന്നത്. ചിത്ര PR അമ്മൂമ്മക്ക് എത്ര വയസ്സായി? എവിടെയാ വീട്? എൻ്റെ വീട് കണ്ണൂരാണ് മോളെ, കണ്ണൂർ. എനിക്ക് 69 വയസ്സായി. പിന്നെ കണ്ണൂർ മലപ്പട്ടം. യാത്രയെ പ്രണയിക്കുന്നവൻ എന്ന് പറയുന്നുണ്ട്. സനുഷ യതീഷ് ഹായ് എന്ന് പറയുന്നത്. ഹേപ്പി ഹലോ അമ്മമ്മയെ ഫുഡ് കഴിച്ചു ചോദിക്കുന്നുണ്ട്. ഫുഡ് കഴിച്ചു മോളെ, ഫുഡ് കഴിച്ചു. മോളിപ്പം വരുന്നത്രയാ? മോനല്ലേ ശരിയാ. മോൻ ഭക്ഷണം കഴിച്ചോ? ഫിലിപ്പ് ഷീബ മോളെ ചായ കുടിച്ചില്ലേ? ടിങ്കിൾ അമ്മൂമ്മ നാത്തും പോയാ? ഷീബ മോളെ നാത്തും പോയാ? അമ്മൂമ്മ എൻ്റെ നെയിം വിളിക്കൂ. അപ്സി അല്ലേ? അപ്സി മോളല്ലേ? അപ്സി മോളെ എന്ന് വിളിച്ചു. അപ്സി മോളെ ചായ കുടിച്ചു അപ്സി മോളെ. പിന്നെ
VP 16 എന്ന് പറയുന്നുണ്ട്. ഞാൻ തമാശയാക്കിയതാ മോനെ, ഞാൻ വെറുതെ തമാശയാക്കിയതാണ്.